ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ഈശോയുടെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും തിരുനാൾ കൊണ്ടാടുകയാണ്. പരമ്പരാഗതമായി ഈ തിരുനാളിനെ കൊർപ്പുസ് ക്രിസ്തി എന്നാണ് വിളിക്കുക. കൊർപ്പുസ് എന്ന് പറഞ്ഞാൽ ശരീരം, ക്രിസ്തി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അതോടൊപ്പം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെയും തിരുനാളാണ് എന്ന് തിരുസഭ കൊണ്ടാടുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ കൊണ്ടാടി. വരുന്ന ഞായറാഴ്ച നമ്മൾ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. നമ്മുടെ ആരാധന വത്സരത്തിൽ ആണ്ടുവട്ടത്തിലെ ആഴ്ചകളിൽ ആഘോഷിക്കപ്പെടുന്ന കർത്താവിൻ്റെ 3 തിരുനാളുകളാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട 3 തിരുനാളുകളാണ് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളും, അതേപോലെ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ തിരുനാളും, അതേപോലെ കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെ തിരുനാളും. ക്രൈസ്തവ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഈ 3 തിരുനാളുകളിലൂടെ നമ്മൾ ആഘോഷിക്കുക. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ രഹസ്യമാണ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന രഹസ്യമാണ് പരിശുദ്ധ ത്രിത്വം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും എല്ലാ അനുഷ്ഠാനങ്ങളിലും ഈ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സ്വാധീനം കാണാൻ പറ്റും. ദൈവത്തെക്കുറിച്ച് നമ്മൾ എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളതാണ് പരിശുദ്ധ ത്രിത്വം വെളിവാക്കുക. ദൈവം അടിസ്ഥാനപരമായി സ്നേഹമാണ്, സ്നേഹ കൂട്ടായ്മയാണ് എന്ന് ത്രിത്വത്തിൻ്റെ രഹസ്യം വെളിവാക്കുന്നു. ഇന്ന് നമ്മൾ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ തിരുനാൾ കൊണ്ടാടുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് ഏറ്റവും പ്രധാനപ്പെട്ട കൂദാശകളുടെ കൂദാശ എന്നതിനെ പറയും. ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനവും കേന്ദ്രവും മകുടവുമായി നിലകൊള്ളുന്ന കൂദാശയാണ് പരിശുദ്ധ ദിവ്യകാരുണ്യം. അത് ദൈവസ്നേഹത്തിൻ്റെ ആഘോഷമാണ്. പിതാവായ ദൈവം തൻ്റെ പ്രിയപുത്രനെ തന്നതിൻ്റെ ആഘോഷം. പ്രിയപുത്രൻ തൻ്റെ ജീവൻ പോലും നമുക്ക് നൽകി, മരണത്തിലൂടെ പോലും നമ്മളെ സ്നേഹിച്ച, മരിച്ചുകൊണ്ട് പോലും നമ്മളെ സ്നേഹിച്ച, മരണത്തെപ്പോലും ജയിച്ച് ഉത്തിതനായി നമുക്ക് എല്ലാത്തിലും വിജയമേകാൻ വേണ്ടി സ്നേഹത്തിൻ്റെ കൂദാശ. പ്രിയപ്പെട്ടവരെ, ഈ ദിവ്യകുർബാനയിൽ നമ്മൾ പങ്കുചേരുമ്പോൾ നമ്മൾ ഈശോയോട് അനുരൂപപ്പെടുക. നമ്മൾ 3-ാമത്തെ വരുന്ന ഞായറാഴ്ച നമ്മൾ ആഘോഷിക്കുന്ന തിരുനാൾ തിരുഹൃദയത്തിൻ്റെ തിരുനാളാണ്. അത് ഈശോയുടെ തിരുഹൃദയം, ആ സ്നേഹം വെളിപ്പെടുത്തുക. ഹൃദയത്തിൽ നിന്ന് ഒഴുകി വീണ ജീവജലവും ജീവരക്തവും, ആ പരിശുദ്ധ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഡിവൈൻ മെഴ്സിയുടെയും തിരുനാളാണ്. നമ്മൾ ഈ തിരുഹൃദയത്തിൻ്റെ തിരുനാളിൽ പ്രത്യേകമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കാൽവരി കുരിശിൽ ഹൃദയം പിളർന്നതെന്ന് നമ്മളെ സ്നേഹിച്ച ആ പുത്രനെയാണ് എങ്കിൽ, നമ്മൾ ഈ ഡിവൈൻ മേഴ്സിയിൽ നമ്മൾ കാണുന്നത് ഉത്ഥിതനായ ഈശോ നമ്മിലേക്ക് അതേ അനുഗ്രഹം ചൊരിയുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഈ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ തിരുനാൾ കൊണ്ടാടുമ്പോൾ അതിനെക്കുറിച്ചുള്ള 7 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ വായനകൾ ഓരോന്നും നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന യാഥാർത്ഥ്യങ്ങൾ അവയാണ്. നമുക്ക് വേണമെങ്കിൽ പറയാം, 1-ാമത്തെ വായന അത് വെളിവാക്കുന്നത് പഴയ ഉടമ്പടിയുടെ കാര്യമാണ്. ദിവ്യകുർബാനയോ നവീനവും സനാതനവുമായ ഉടമ്പടിയാണ് എന്ന് വെളിവാക്കുക. പഴയ നിയമത്തിൽ ദൈവം മോശ വഴിയായി ഇസ്രയേൽക്കാരുമായി ചെയ്ത ഉടമ്പടിയുടെ വിവരണമാണ് അവിടെ ഉള്ളത്. അവിടെ വചനം വായിക്കപ്പെടുന്നുണ്ട്, അതേപോലെ അവിടെ അനുഷ്ഠാനം നടത്തപ്പെടുന്നുണ്ട്. ആ രക്തം പ്രിയപ്പെട്ടവരെ അൾത്താരമേൽ, അതായത് ദൈവത്തിൻ്റെ മേലും ജനത്തിൻ്റെ മേലും തളിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഈ ബലിയിലൂടെ ഒന്നായിത്തീരുന്നു, ഉടമ്പടിയിലൂടെ ഒന്നായിത്തീരുന്നു എന്ന് അത് വെളിവാക്കുകയാണ്. നമ്മൾ ഇന്നത്തെ സങ്കീർത്തനം നോക്കുമ്പോൾ അത് കൃതജ്ഞത, ദിവ്യകുർബാന കൃതജ്ഞതയാണ്, കൃതജ്ഞതാ ബലിയാണ്. ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക്, ദൈവം നമ്മിലേക്ക് വർഷിക്കുന്ന കൃപാവരങ്ങൾക്ക് ദൈവത്തോട് നന്ദി പറയുക. പുത്രനെ തന്ന പിതാവിനെ നന്ദി പറയുന്നു, തൻ്റെ ജീവൻ തന്ന് നമ്മെ സ്നേഹിച്ച പുത്രനെ നമ്മൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവ്, പിതാവും പുത്രനുമായിട്ടുള്ള ആ സ്നേഹത്തിൽ ഒഴുകുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ട് പിതാവിൻ്റെ സ്നേഹവും പുത്രൻ്റെ സ്നേഹവും, അതായത് ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് വെളിവാക്കി തരുന്ന ആ പരിശുദ്ധാത്മാവിനുള്ള നന്ദി പ്രിയപ്പെട്ടവരെ നമ്മൾ സങ്കീർത്തനത്തിൽ വെളിപ്പെടുത്തുകയാണ്. നമ്മൾ ഇന്നത്തെ 2-ാമത്തെ വായനയിലേക്ക് നോക്കുമ്പോഴുണ്ടല്ലോ, അവിടെ ഈ ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുക, ഈശോ മഹാപുരോഹിതനാണെന്ന്, ഈശോ അർപ്പിച്ച ബലിയാണ് നവീനവും സനാതനവുമായ ബലി എന്ന് എല്ലാം വെളിവാക്കുന്നു
പഴയ നിയമ ബലികളെല്ലാം ഈശോയിൽ പൂർത്തീകരിക്കപ്പെടുന്നു എന്നെല്ലാം വെളിവാക്കുന്നു പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ വായന. അപ്പം നമുക്ക് അവിടെ രണ്ടാമത്തെ വായനയുടെ വെളിച്ചത്തിൽ ദിവ്യ കുർബാന നമുക്ക് എല്ലാം ബലിയാണ്, നിത്യബലിയാണ്, സനാതന ബലിയാണ് എന്ന് ഓർമ്മിക്കാം. നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നോക്കുമ്പോഴോ നമുക്ക് പറയാം, ഈശോനാഥൻ പെസഹാ ബലി ശിഷ്യന്മാരോടൊത്ത് അർപ്പിച്ചപ്പോഴാണ് പരിശുദ്ധ ദിവ്യ കുർബാന സ്ഥാപിച്ചത്. പുതിയ ഉടമ്പടിയിലെ പെസഹ അനുഭവമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ദിവ്യ കുർബാന. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക്, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നു പോകുന്ന പെസഹ എന്ന് പറഞ്ഞാൽ കടന്നുപോക്ക് എന്നാണ് അർത്ഥം പ്രിയപ്പെട്ടവരെ. അങ്ങനെ ആ കടന്നുപോക്കിൻ്റെ ആഘോഷമാണ് ദിവ്യ കുർബാനയിൽ പങ്കെടുക്കുന്നതിലൂടെ നമ്മൾ ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ സ്വാതന്ത്ര്യത്തിലേക്ക്, രക്ഷയിലേക്ക്, സ്നേഹത്തിലേക്ക്, കൃപയിലേക്ക് നമ്മൾ കടന്നു വരുന്നു. ആ അനുഭവമാണ് ഓരോ ദിവ്യ കുർബാനയും നമുക്ക് തരുന്നത്. അതേപോലെ തന്നെ ഇന്നത്തെ സുവിശേഷം വെളിവാക്കുന്ന കാര്യം ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്നാണ്. ദിവ്യ കുർബാന പ്രിയപ്പെട്ടവരെ അത് ഏറ്റവും വലിയ സ്മാരകമാണ്. നമുക്ക് ഒരു വിധത്തിൽ ഈശോയെ ഓർക്കാൻ, ഈശോയുടെ ജീവിതവും മരണവും ഉത്ഥാനവും ഓർത്ത് ഈശോയുമായിട്ട് ഐക്യപ്പെടുവാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്ന, നമുക്ക് അവസരമേകുന്ന, അനുഗ്രഹമേകുന്ന അവസരമാണ് ഓരോ ദിവ്യ കുർബാനയും. കൃത്യം പറഞ്ഞാൽ ദിവ്യ കുർബാന മുഴുവനും ഈശോയോട് ഒന്നായി ചേർക്കുന്ന ഒരു അനുഭവമാണ്. കാർമ്മികൻ ആ തിരുവസ്ത്രങ്ങൾ അണിയുമ്പോൾ ഒരു വിധത്തിൽ പുത്രനായ ഈശോയെ അണിയുന്ന ഒരു അനുഭവമാണ്. ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ടാണ് പുരോഹിതൻ ആ ബലി അർപ്പിക്കുക. കാരണം ക്രിസ്തു അർപ്പിച്ച ബലിയിലാണ് നമ്മളെല്ലാവരും അതിലൂടെ പങ്കുചേരുന്നത്. നമുക്ക് ഈ വൈദികൻ അണിയുന്ന വസ്ത്രത്തിൽ തന്നെ 4 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഒരു വെള്ള വസ്ത്രം, അത് ഈശോയുടെ ജ്ഞാനസ്നാനത്തെ ഓർമ്മപ്പെടുത്തും. അരയിൽ ഒരു ചരട് കിട്ടും, അത് ഈശോയുടെ അന്ത്യത്താഴത്തെ ഓർമ്മപ്പെടുത്തും. സ്റ്റോളുണ്ട്, അത് ഈശോയുടെ കുരിശുമരണത്തെ ഓർമ്മപ്പെടുത്തും. എന്നിട്ട് പുറമേ ഇടുന്ന ചോസുകളുണ്ട്, അത് ഈശോയുടെ ഉത്ഥാനത്തെ, ലോകം മുഴുവനും വ്യാപിച്ചു നിൽക്കുന്ന കർത്താവിൻ്റെ വലിയ സ്നേഹത്തെ, എല്ലാ മനുഷ്യർക്കും രക്ഷയേകുന്ന അനുഭവമായ ആ ഈശോയുടെ ഉത്ഥാനത്തെ ഓർമ്മപ്പെടുത്തും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ദിവ്യ കുർബാനയിലൂടെ മുന്നേറുമ്പോഴുണ്ടല്ലോ ഈശോയുടെ ജനനം, ആ ഈശോയ്ക്ക് വഴിയൊരുക്കിയ സ്നാപയോഹന്നാൻ്റെ ആഹ്വാനം ശ്രവിച്ചുകൊണ്ട് പാപം ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം നമ്മൾ ഗ്രഹിക്കുന്നു പരസ്യ ജീവിതത്തിൽ. എന്നിട്ട് കർത്താവിൻ്റെ അന്ത്യത്താഴത്തിൽ പങ്കുചേരുന്നു. അതാണ് കൂദാശകർമ്മത്തിൽ. കാൽവരി കുരിശിൻ്റെ കീഴേ നിൽക്കുന്നു അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ. അതേപോലെ നമ്മൾ ദിവ്യ കുർബാന സ്വീകരിക്കുമ്പോഴോ നമ്മൾ ഉത്തിതനായ ഈശോയുടെ ശരീരത്തെ ഉൾക്കൊള്ളുന്നു. എന്നിട്ട് കുർബാനയുടെ സമാപനത്തിൽ നമ്മൾ ആസ്വദിക്കപ്പെടുമ്പോൾ ശിഷ്യന്മാരെ ആസ്വദിച്ച് സ്വർഗാരോഹണം ചെയ്ത ഈശോയുടെ സ്വർഗാരോഹണം നമ്മൾ ഓർക്കുക. ഈശോയുടെ സ്വർഗാരോഹണത്തിലൂടെ ഒരു വിധത്തിൽ നമ്മൾ ഐക്യപ്പെടുന്ന ഒരു അനുഭവമാണ്. ദിവ്യപൂജ സമാപിച്ചു, നിങ്ങൾ പോകുവിൻ എന്ന് പറഞ്ഞ് നമ്മൾ ഐക്യപ്പെടുന്ന അനുഭവമാണ് ഒരു വിധത്തിൽ ദിവ്യ കുർബാന. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്മാരകമാണ്. നമ്മൾ ഈ ദിവ്യ കുർബാനയിൽ നമ്മളെ കർത്താവിനെയും കർത്താവിൻ്റെ ജീവിതത്തെയും മരണത്തെയും ഉത്ഥാനത്തെയും എല്ലാം നമ്മൾ ഓർക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് ഒരു മാനസികമായ പ്രക്രിയ മാത്രമല്ല, അതൊരു ജീവിത പ്രക്രിയയാണ്, ഒരു എക്സിസ്റ്റൻഷ്യൽ റിമംബറൻസാണ്. അതിലൂടെ നമ്മൾ അന്ന് അവിടെ അവർക്ക് വേണ്ടി ആയിരുന്നവൻ ഇന്നിവിടെ നമുക്ക് വേണ്ടി ആയിത്തീരുന്ന അനുഭവം, നമ്മൾ ആ ഈശോയോട് ഒന്നു ചേരുന്ന അനുഭവമാണ് ദിവ്യ കുർബാനയിലൂടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിക്കുക. അതേപോലെ തന്നെ വിരുന്നിൻ്റെ ഒരു അനുഭവമാണ് ദിവ്യ കുർബാന. അന്ത്യത്താഴം, ഈശോ ശിഷ്യന്മാർക്ക് ഒരുക്കിയ വിരുന്നാണ് ആ അന്ത്യത്താഴത്തുള്ളത്. 5 അപ്പം കൊണ്ട് 5000 വരെ തീറ്റിപ്പൊറ്റിയപ്പോൾ കർത്താവ് കുർബാന സ്ഥാപിച്ച കാര്യം നമുക്കറിയാം. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിലുള്ളത്. ഇപ്പം ഒരു വിധത്തിൽ പറഞ്ഞാൽ ദിവ്യ കുർബാനയുണ്ടല്ലോ, ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു വിരുന്ന. കാഴ്ചവെപ്പിൽ നമ്മൾ നമ്മുടെ അപ്പവും മീഞ്ഞും കർത്താവിന് കാഴ്ച കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതേപോലെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന വിരുന്ന. ഈശോ തന്നെ നമുക്ക് വിരുന്നായി നൽകുക, തൻ്റെ ശരീരവും രക്തവും നമുക്കായി നൽകുക ദിവ്യ കുർബാന നമ്മൾ സ്വീകരിക്കുമ്പോൾ. അപ്പം ദിവ്യ കുർബാന, ഓരോ ദിവ്യ കുർബാനയും പ്രിയപ്പെട്ടവരെ നമുക്ക് സമൃദ്ധിയേകുന്ന, സംതൃപ്തിയേകുന്ന, ഈശോയുമായി നമ്മൾ ഒന്നു ചേർക്കുന്ന വലിയ ഒരു വിരുന്നിൻ്റെ അനുഭവമാണ്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദിവ്യ കുർബാനയുണ്ടല്ലോ, അത് കൂദാശയാണ്, കൂദാശകളുടെ കൂദാശയാണ്, ഏറ്റവും വലിയ കൂദാശയാണ്. കാണപ്പെടാത്തതിനെ കാണാവുന്നതിലൂടെ കാണിച്ചു തരുന്ന അനുഭവമാണ്. കേൾക്കാനാവാത്തതിനെ കേൾക്കുന്നതിലൂടെ കേൾപ്പിച്ചു തരുന്ന അനുഭവമാണ്.
പ്രിയപ്പെട്ടവരെ, നമുക്ക് മനുഷ്യ അനുഭവത്തിലൂടെ നമുക്ക് ദൈവാനുഭവത്തെ നുകരാൻ ലഭിക്കുന്ന അനുഭവമാണ് കൂദാശ എന്ന് പറഞ്ഞാൽ. അപ്പം കാണപ്പെടാത്ത ദൈവപരപ്രസാദം തരുന്നതിന് ഈശോ സ്ഥാപിച്ച കാണപ്പെടത്തക്ക അടയാളങ്ങളാണ് കൂദാശകൾ എന്നാണ് പറയുക. ദിവ്യ കുർബാനയിലെ അപ്പവും വീഞ്ഞും രൂപത്തിൽ പ്രിയപ്പെട്ടവരെ കൂദാശയാണ്. അത് ഈശോയുടെ ശരീരവും രക്തവുമായി മാറുന്നു. കാർമികൻ ഒരു കൂദാശയാണ്, ഈശോയുടെ സ്ഥാനത്ത് നിൽക്കുന്നു. കത്തുന്ന മെഴുകുതിരി ലോകത്തിൻ്റെ പ്രകാശമായി കടന്നു വന്ന ഈശോയുടെ പ്രതീകം എന്ന രീതിയിൽ ഒരു കൂദാശയാണ്. പ്രഘോഷിക്കപ്പെടുന്ന വചനം, മനുഷ്യഭാഷയിൽ അവിടെ വെളിപ്പെടുത്തപ്പെടുന്ന വചനം, അത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിപ്പെടുത്തല, അതും കൂദാശയാണ്. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ പ്രിയപ്പെട്ടവരെ, ദിവ്യ കുർബാനയിലൂടെ നമ്മൾ കാണാനാവാത്ത ദൈവത്തെ കാണുന്നു. നമുക്ക് അനുഭേദ്യമല്ലാത്ത രൂപത്തിൽ ദൈവത്തെ നമ്മൾ അനുഭവിക്കുന്നു. നമുക്ക് കാണാനാവാത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നലെയും നമുക്ക് കാണാനാവില്ല, നാളെ കാണാനാവില്ല, മുകളിലുള്ളതിനെ കാണാനാവുന്നില്ല. എന്നാൽ ഈ 3 കാര്യവും ഒന്നു ചേർത്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് അനുഭേദ്യമാക്കുന്നു ഓരോ ദിവ്യ കുർബാനയും. ഇന്നലത്തെ കാര്യങ്ങളെയെല്ലാം, പഴയ നിയമ ബലികളെയെല്ലാം ഇവിടെ ഒന്നു ചേർക്കുന്നു. നാളത്തെ കാര്യങ്ങളെല്ലാം സ്വർഗത്തെയും സ്വർഗ അനുഭവത്തെയും ഇവിടെ അനുഭേദ്യമാക്കുന്നു. അതേപോലെ ഉന്നതത്തിലെ കാര്യങ്ങളെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് അനുഭേദ്യമാക്കുന്നു. ആ രീതിയിൽ പ്രിയപ്പെട്ടവരെ, ദിവ്യ കുർബാന നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനവും കേന്ദ്രവും മകുടവുമാണ്. ആ ദിവ്യ കുർബാനയെ നമ്മൾ നന്നായിട്ടൊന്ന് അറിയുക, അല്ലെ അനുഷ്ഠാനങ്ങളൊക്കെ നന്നായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ആ ദിവ്യ കുർബാനയെ നമ്മൾ നന്നായിട്ടൊന്ന് അനുഭവിക്കുക. അതിലൂടെ ഒരു രൂപത്തിൽ ഈശോയെ അനുഭവിക്കുക, ദൈവത്തിൻ്റെ സ്നേഹത്തെ അനുഭവിക്കുക, കൃപകളാൽ നമ്മൾ നിറയപ്പെടുക. അതേപോലെ ദിവ്യ കുർബാനയെ നമ്മൾ ജീവിക്കുക. ദിവ്യ കുർബാനയിൽ നമ്മൾ എന്ത് അനുഷ്ഠിക്കുന്നോ അത് ജീവിക്കുവാൻ നിരന്തരം നമ്മൾ ശ്രദ്ധിക്കുക. ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനും, സ്നേഹിക്കപ്പെടാനും സ്നേഹിക്കുവാനും, പ്രിയപ്പെട്ടവരെ വചനം ശ്രവിക്കുവാനും അത് പാലിക്കാനും എല്ലാം നമുക്ക് സാധിക്കണം ദിവ്യ കുർബാനയിൽ പങ്കുചേരുന്നതിലൂടെ. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന ബോധ്യം അത് നമുക്ക് തരുക. അതുപോലെ ദൈവത്തിൻ്റെ പ്രത്യേക അനുഭവം നമ്മിലേക്ക് നിറയ്ക്കുക, ദൈവത്തിൻ്റെ പ്രവർത്തനം നമ്മിൽ നടക്കുക. ആ ദിവ്യ കുർബാനയിൽ പങ്കുചേർന്നുകൊണ്ട് നമുക്ക് രക്ഷയുടെ അനുഭവത്തിലേക്ക്, സ്വർഗത്തിൻ്റെ അനുഭവത്തിലേക്ക്, അനുഗ്രഹത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരാം. ദൈവവും മനുഷ്യരും പ്രപഞ്ചവും സ്വർഗവുമായി നമ്മളെ ബന്ധിപ്പിക്കുന്ന ഈ ദിവ്യ കുർബാനയിൽ സജീവമായി നമുക്ക് പങ്കുചേരാം. നമ്മുടെ ജീവിതം അങ്ങനെ ഏറ്റവും അനുഗ്രഹീതമാകട്ടെ. നമ്മുടെ തന്നെ ജീവിതം ഒരു കൂദാശയായി മാറട്ടെ. നമ്മിലൂടെ ദൈവവും ദൈവാനുഗ്രഹവും ദൈവസ്നേഹവും വെളിപ്പെടട്ടെ. നമ്മളെ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയും നമ്മിലൂടെ ദൈവത്തെ അനുഭവിക്കട്ടെ. ദൈവകൃപ ഏവർക്കും ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ആമേൻ.